ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത് നിർമ്മിതികളെക്കുറിച്ചാണ്, കൺസ്ട്രക്ഷൻസ്. കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് നമ്മൾ മറ്റു ചാപ്റ്ററുകളിലെ നിർമ്മിതികളല്ലാത്ത മറ്റു ചാപ്റ്ററുകളിലും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഷാഫി സാർ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി ഞാൻ നിർമ്മിതികളെക്കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ കൺസ്ട്രക്ഷൻസ് എന്ന് പറയും. പ്രധാനമായിട്ടും 7 നിർമ്മിതികളാണ് നമ്മളെ പുസ്തകത്തിൽ മൊത്തത്തിലുള്ളത്. ഈ 7 നിർമ്മിതികൾ നമ്മളെ എക്സാം നമുക്കറിയാം 26-ാം തീയതി നമ്മൾ എക്സാം. ഈ 26-ാം തീയതി എക്സാമിന് ഈ 7 നിർമ്മിതികളിൽ 3 എണ്ണം അല്ലെ 2 എണ്ണം എന്തായാലും ചോദിക്കും. 9 to 12 മാർക്കിന് എന്തായിട്ടും എല്ലാ എക്സാമിനും ഈ നിർമ്മിതികളിൽ നിന്നുള്ള ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും 2 പാഠങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഉണ്ടാവാറ്. ഒന്ന് സർക്കിളും ടാൻജൻറ്റും, വൃത്തങ്ങളും തൊടുവരകളും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നിർമ്മിതി പരിവൃത്തത്തിൻ്റെ നിർമ്മിതിയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സർക്കിൾ എന്ന് പറയും. അപ്പം അതിന് പരീക്ഷയ്ക്ക് ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക: 50,60 ഡിഗ്രി കോണളവുള്ള ഒരു ത്രികോണം, അതിൻ്റെ മൂലകൾ വൃത്തത്തിലാകുന്ന രീതിയിൽ എന്ത് ചെയ്യണം? വരക്കണം. ഇംഗ്ലീഷ് പറയണം ഡ്രോ എ ട്രയാങ്കിൾ വിത്ത് ആംഗിൾ 50 ഡിഗ്രി 60 ഡിഗ്രി വിത്ത് ഓൾ വെർട്ടിസസ് ആർ ഓൺ ദ സർക്കിൾ. ആദ്യമായിട്ട് നമ്മൾ വൃത്തം വരക്കണം. ചിലപ്പോൾ റേഡിയസ് ആരം തന്നുണ്ടെങ്കിൽ തന്ന ആരത്തിൽ വൃത്തം വരക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാ ഏത് വൃത്തം വരച്ചാലും മതി. രണ്ടാമത് ചെയ്യേണ്ട കാര്യം, ഇവിടെ നമുക്ക് തന്ന കോണളവുകൾ, ത്രികോണത്തിൻ്റെ കോണളവുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയാണ്. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ 50-ൻ്റെ ഇരട്ടി എടുക്കുക 100, 60-ൻ്റെ ഇരട്ടി എടുക്കുക 120. ഈ 2 കോണങ്ങൾ എടുത്ത് എഴുതുക. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ആരം വരക്കുക. കേന്ദ്രത്തിൽ നിന്നും വൃത്തത്തിലേക്ക് ഒരു ആരം വരക്കുക. എന്നിട്ട് നമുക്ക് തന്ന 100 ഡിഗ്രി 120 ഡിഗ്രി ഇവിടെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ കോമ്പസ് കുത്തിയിട്ട് 120 ഡിഗ്രി, അതേപോലെ 100 ഡിഗ്രി, കേന്ദ്രത്തിൽ നിന്നും ഈ 3 ആരങ്ങൾ വരക്കുക. പിന്നെ വളരെ സിമ്പിളാണ്. ഇതിന് ശേഷം ഈ 3 ബിന്ദുക്കളെ തമ്മിൽ യോജിപ്പിക്കുക. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് 3 അല്ലെങ്കിൽ 4 മാർക്ക് 2 രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇത്ര ചെയ്താൽ മതി. പിന്നെ കോണുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ വൃത്തങ്ങൾ എന്ന പാഠത്തിൽ നിന്നുള്ള രണ്ടാമത്തെ പ്രധാനപ്പെട്ട നിർമ്മിതിയാണ് ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം. ഡ്രോയിങ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് അനദർ റെക്റ്റാങ്കിൾ. അടുത്തതായിട്ട് ഉള്ളൊരു നിർമ്മിതി നമ്മൾ പറഞ്ഞു ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം. ഇതിന് ചോദ്യം എങ്ങനെ ഉണ്ടാവുക? ഡ്രോ എ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ് 5,6 cm and you have to draw another rectangle with same area and one side 7 cm. 5,6 cm വശമുള്ള ചതുരം വരച്ച് അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 7 സെൻറ്റിമീറ്റർ ആയിട്ട് വരക്കുക. 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ വശമുള്ള ചതുരം വരച്ച് ഇതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 7 സെൻറ്റിമീറ്ററായി വരക്കണം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ 6ഉം 5ഉം വശമായിട്ട് ഒരു ചതുരം വരയ്ക്കുക. ചതുരം വരച്ചിട്ട് ഈ ചതുരത്തിൻ്റെ മേലേക്ക് വരച്ചത് 5ആണ്. അപ്പം ഈ 5 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. 5 സെൻറ്റിമീറ്റർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. 5 cm എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമ്മളോട് വരക്കാൻ പറഞ്ഞ പുതിയ ചതുരത്തിൻ്റെ ഒരു വശം 7 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ ഒരു ബിന്ദുവിൽ നിന്നും നമ്മൾ താഴേക്ക് 7 സെൻറ്റിമീറ്റർ നേരെ വരക്കണം. ഇവിടെ 7 സെൻറ്റിമീറ്റർ നമ്മൾ വരച്ചു. എന്നിട്ട് നമ്മൾ ഇത് 3ഉം കൂടി കണക്ട് ചെയ്തിട്ട് ഒരു ത്രികോണമാക്കിയിട്ട് മാറ്റുക.
ഈ 3 വരകളെ തമ്മിൽ യോജിപ്പിച്ച് നമ്മളൊരു ത്രികോണമാക്കിയിട്ട് മാറ്റുക. അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി. നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ത്രികോണത്തിന് നമ്മളൊരു പരിവൃത്തം വരക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, പരിവൃത്തം വരക്കണമെങ്കിൽ നമുക്ക് ലംബ സമവാചികൾ വരക്കണം. ലംബ സമവാചി വരക്കാൻ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഈ വരക്ക് ലംബ സമവാചി വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ പകുതിയിൽ കൂടുതൽ നിങ്ങളെടുത്തിട്ട് നമ്മൾ 2 ചാപങ്ങൾ വരക്കണം. ഇംഗ്ലീഷിൽ നമ്മൾ ആർക്ക് എന്ന് പറയും. ഈ 2 ചാപങ്ങൾ വരച്ചിട്ട് ഈ 2 ചാപങ്ങളെ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു തമ്മിൽ യോജിപ്പിച്ച് വരക്കുക. അടുത്തത് ഇവിടെ ഇതേപോലെ ഒരു ലംബ സമവാചി വരക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് കേന്ദ്രമാക്കിക്കൊണ്ട് ഈ ത്രികോണത്തിൻ്റെ 3 മൂലകളിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരച്ചു. ഈ വൃത്തം നമ്മൾ പറയൽ പരിവൃത്തം എന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ലെങ്ത്ത്, ഈ വൃത്തവും ഈ ചതുരവും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു ഇവിടെ നമ്മൾ കോമ്പസ് കുത്തിയിട്ട് ഇങ്ങോട്ട് വരക്കുക. അതേപോലെ കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരക്കുക. ഇത് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കോമ്പസ് ഇവിടെ കുത്തിയിട്ട് ഈ നീളം കോമ്പസിലെടുക്കുക. എന്നിട്ട് ഇവിടെ കുത്തിയിട്ട് ഇതിലേക്ക് വരക്കുക. എന്നിട്ട് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ചതുരം വരക്കുക. അപ്പം എന്നിട്ട് ഈ ചതുരത്തിന് നമ്മൾ ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ ഈ ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 7 സെൻറ്റിമീറ്റർ ആയിക്കൊണ്ട് നമ്മൾ വരച്ചു. അടുത്ത മൂന്നാമത്തെ നിർമ്മിതിയായിട്ട് നമ്മൾ പഠിക്കാൻ പോണത് ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം. ഡ്രോയിങ് ഓഫ് എ സ്ക്വയർ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. ചോദ്യം ഇങ്ങനെ ഉണ്ടാവുക: 4,5 cm വശമുള്ള ചതുരം വരച്ച് ഇതേ പരപ്പളവുള്ള സമചതുരം വരക്കുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവാം: 20 സെൻറ്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള സമചതുരത്തിൻ്റെ നിർമ്മാണം. ഡ്രോയിങ് ഓഫ് എ സ്ക്വയർ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് സൈഡ്സ് 4,5 cm ഓർ ഡ്രോയിങ് ഓഫ് എ സ്ക്വയർ വിത്ത് ഏരിയ 20 cm സ്ക്വയർ. ഈ 2 ചോദ്യങ്ങൾക്കും നമ്മൾ ഒരേ രീതിയിൽ നമ്മൾ ഉത്തരം എഴുതുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു ചതുരം നിർമ്മിക്കുക. എന്നിട്ട് നമ്മൾ ഈ ലൈന് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ടൊരു കോമ്പസ് എടുത്തിട്ട് ഇവിടെ ഈ 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഇത് ചാപത്തിലേക്ക് കൊണ്ട് വരക്കുക. ഇങ്ങോട്ട് വരക്കുക. ഇത് മാർക്ക് ചെയ്യുക ഇവിടെ. എന്നിട്ട് നമ്മൾ ഈ മൊത്തം ഈ ഫുൾ ലെങ്ത് ഇതാണ് ലൈൻ്റെ അല്ലെങ്കിൽ വരയുടെ മുഴുവൻ നീളത്തിന് നമ്മൾ എന്ത് വരക്കണം? ലംബ സമഭാജി വരക്കണം. അപ്പോൾ ലംബ സമഭാജി വരയ്ക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ലംബ സമഭാജി പകുതിയിൽ കൂടുതൽ നിങ്ങളെടുക്കണം ലംബ സമഭാജി വരക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലംബ സമഭാജി വരക്കുക. ഈ 2 ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുക്കൾ തമ്മിൽ നമ്മൾ വരക്കുക. ഇത് നമ്മൾ ലംബ സമഭാജി എന്നാണ് പറയാം. അപ്പോൾ നമുക്ക് ലംബ സമഭാജി കിട്ടി.
അപ്പോൾ ഈ ലംബ സമഭാജി ഇത് കേന്ദ്രമാക്കിക്കൊണ്ട്, ഈ ലംബ സമഭാജി ഈ വരയെ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മളൊരു അർദ്ധവൃത്തം വരയ്ക്കുക. നമ്മളൊരു അർദ്ധവൃത്തം വരച്ചു. ഈ അർദ്ധവൃത്തം വരച്ചിട്ട് നമ്മൾ ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതതുപോലെ ഇങ്ങോട്ട് പുറത്തേക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നീളം, ഈ വൃത്തവും ഈ വരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ നീളം കോമ്പസിലെടുക്കുക. കോമ്പസിലെടുത്തിട്ട് ഒരു ചാപം ഇങ്ങോട്ട് വരക്കുക. ഈ ചാപം കൂട്ടിമുട്ടുന്ന ഈ ബിന്ദുവിൽ നമ്മൾ ഒരു ചാപം ഇങ്ങോട്ട് വരക്കുക, ഇവിടെ പിടിച്ചിട്ട് ഒരു ചാപം ഇങ്ങോട്ടും വരക്കുക. എന്നിട്ട് ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് വര വരക്കുക. ഈ സ്ക്വയർ, ഈ സമചതുരത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യുക. അതായത് ഈ ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം. ചിലപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു 20 cm സ്ക്വയർ പരപ്പളവ് അല്ലെങ്കിൽ 20 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള സമചതുരം വരക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരക്കേണ്ടത്. ആദ്യം 5ഉം 4ഉം വശമുള്ള ചതുരം വരക്കുക. ചതുരം വരച്ചിട്ട് അതേ പരപ്പളവുള്ള സമചതുരം വരച്ചാൽ ഈ സമചതുരത്തിൻ്റെയും ഈ ചതുരത്തിൻ്റെയും പരപ്പളവ് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ മാത്രമാണ്. അടുത്ത 4ാമത്തെ ചിത്രം തൊടുവരകൾ എന്നുള്ള പാഠഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ടാൻജൻസ്. ഇതുവരെ നമ്മൾ പറഞ്ഞ 3 ചിത്രങ്ങളും വൃത്തങ്ങൾ എന്ന പാഠഭാഗത്തു നിന്നായിരുന്നു. അപ്പോൾ തൊടുവരകളിലെ 4 ചിത്രങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇതിൽ നമ്മൾ പറഞ്ഞു വൃത്തങ്ങളെ 3 ചിത്രം പറഞ്ഞു. 4ാമത്തെ ചിത്രം ഒരു വൃത്തത്തിന് ഒരു പുറത്തെ ഒരു ബിന്ദുവിൽ നിന്നും വരക്കുന്നതാണ്. ഡ്രോയിങ് ഓഫ് എ ടാൻജൻ ഫ്രം ആൻ ഔട്ട്സൈഡ് പോയിന്റ്. 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് വൃത്തകേന്ദ്രത്തിൽ നിന്നും 7 സെൻറ്റിമീറ്റർ അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവര വരക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm and mark a point P 7 cm away from the center and draw a tangent from P to the circle. ചോദ്യം നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് തന്ന ആരത്തിലുള്ള വൃത്തം വരക്കുക. അപ്പം 3 സെൻറ്റിമീറ്റർ റേഡിയസ് അല്ലെങ്കിൽ ആരമുള്ള വൃത്തം വരക്കുക. ഇനി നമ്മളോട് പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്നും 7 cm അകലെ പി എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം കേന്ദ്രത്തിൽ നിന്നും 7 cm അകലെ ഒരു പി എന്ന ബിന്ദു നമ്മൾ എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. പി എന്ന ബിന്ദു 7 cm അകലെ അടയാളപ്പെടുത്തുക. ഇനി ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ ഇവിടെ കാണാം സി പി, കേന്ദ്രത്തിൽ നമ്മൾ സി എന്ന് വിളിച്ചാൽ അവിടെ പി. ഈ സി പി എന്ന വര, ഈ വരക്ക് നമ്മൾ ലംബ സമഭാജി വരക്കണം. സി പി എന്ന വരക്ക് ലംബ സമഭാജി വരക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പകുതിയിൽ കൂടുതൽ ചാപെടുത്തിട്ട് 2 ചാപങ്ങൾ വരച്ചു. കോമ്പസ് ഉപയോഗിച്ച് 2 ചാപങ്ങൾ വരച്ചു. ഈ ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ 2 ബിന്ദു കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ലംബ സമഭാജി വരച്ചു. അപ്പോൾ ഈ ലംബ സമഭാജി ഇത് കേന്ദ്രമായിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു അർദ്ധവൃത്തം വരക്കാം. നമ്മളിത് കേന്ദ്രമായിക്കൊണ്ടൊരു അർദ്ധവൃത്തം വരച്ചു. ഇനി ഇത്രയേ ഉള്ളൂ പണി. ഈ 2 വൃത്തങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദു നമ്മൾ മാർക്ക് ചെയ്യാം. എന്നിട്ട് പി എന്ന ബിന്ദുവിൽ നിന്നും ഈ ബിന്ദുവിലേക്ക്, പി എന്ന ബിന്ദുവിൽ നിന്നും ഈ വൃത്തങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലേക്ക് ഒരു വര വരക്കുക, ഒരു ലൈൻ വരക്കുക. ഇത് നമുക്ക് എന്തായി, ഈ വൃത്തത്തിന് നമ്മൾ എന്തായി, തൊടുവരയായി ഈ വര. 5ാമത്തെ നിർമ്മിതി തൊടുവരകൾ എന്നുള്ള പാഠത്തിൽ തന്നെയാണുള്ളതാണ്, അല്ല ടാൻജൻസ്. ഇതിലെ നിർമ്മിതി ഇതാണ്. സമചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള ചതുരത്തിൻ്റെ നിർമ്മാണം.
drawing of a rectangle having equal area of a square. 5 സെൻറ്റിമീറ്റർ വശമുള്ള സമചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം ഒരു വശം 7 cm ആയിട്ട് വരയ്ക്കുക. Drawing of a rectangle with one side 7 cm having equal area of a square with one side 5 cm. അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ നമ്മൾ തന്ന ചതുരം അല്ലെങ്കിൽ റെക്റ്റാങ്കിളിൻ്റെ ഒരു വശം 7 cm ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം ആദ്യം തന്നെ റെക്റ്റാങ്കിളിൻ്റെ സൈഡായ 7 cm വരക്കുക. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിൻ്റെ രണ്ട് മൂലകളിലൂടെയും കടന്നു പോകുന്നൊരു അർദ്ധവൃത്തം വരക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ലംബ സമഭാജി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ലംബ സമഭാജി വരക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ലംബ സമഭാജി വരച്ചിട്ട് ലംബ സമഭാജി വരച്ചു. ലംബ സമഭാജി വരച്ചിട്ട് ഒരു അർദ്ധവൃത്തം വരക്കുക. നമ്മളൊരു അർദ്ധവൃത്തം വരച്ചു. അർദ്ധവൃത്തം വരച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ സമചതുരത്തിൻ്റെ ഒരു വശം 5 cm ആണ്. അപ്പോൾ നമ്മൾ കോമ്പസ് എടുത്തിട്ട് നമ്മളൊരു 5 cm എടുക്കുക. കോമ്പസ് എടുത്തിട്ട് നമ്മളൊരു 5 cm എടുക്കുക. കോമ്പസിൽ 5 cm എടുത്തിട്ട് ഇവിടെ കോമ്പസ് കുത്തിയിട്ട് ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യുക? 5 cm എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ഈ മാർക്ക് ചെയ്ത ബിന്ദുവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വര വരക്കുക. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു വര. വ്യാസത്തിൻ്റെ ഈ അറ്റത്തേക്കും തമ്മിൽ ഈ ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് 2 വരകൾ വരക്കുക. പിന്നെ ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് ഇതാണ്. വരച്ച ഈ വരക്ക് രണ്ടാമത്തെ വരക്ക് എന്ത് ചെയ്യുക? ഒരു ലംബ സമഭാജി വരക്കുക. അപ്പോൾ ഈ ലംബ സമഭാജി കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു കേന്ദ്രമാക്കിക്കൊണ്ട് ഇവിടെ ഒരു വൃത്തം വരക്കാം. അപ്പോൾ നമുക്കൊരു ഇത് കേന്ദ്രമായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇത് കേന്ദ്രമായിക്കൊണ്ട് നമ്മളൊരു വൃത്തം വരച്ചു. എന്നിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. അതേപോലെ ഇവിടുന്നും 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ബിന്ദു ഈ വൃത്തവും ഈ വരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഈ ബിന്ദു, ഈ വരയും നമ്മൾ ആദ്യം വരച്ച 7 സെൻറ്റിമീറ്റർ നീളമുള്ള വരയും നമ്മൾ വരച്ച ഈ പുതിയ വൃത്തവും ഈ 2 ബിന്ദുക്കൾ തമ്മിൽ യോജിപ്പിക്കുന്ന ഈ വര, ഈ അളവ് കോമ്പസിലെടുത്തിട്ട് ഒരു ചാപം ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു ചാപം ഇങ്ങോട്ടും. ഇവിടെ നീളം കുറവാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് നീളം അങ്ങോട്ട് കൂട്ടി കൊടുക്കുക സ്കെയിൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു വര വരക്കുക. എന്നിട്ട് ഈ കിട്ടിയ ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യാം. അപ്പോൾ 5 cm വശമുള്ള സമചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള ഒരു ചതുരം ഒരു വശം 7 cm ആയിട്ട് നമ്മൾ വരച്ചു. ഇതുവരെ നമ്മൾ 5 നിർമ്മിതികളും ഡിസ്കസ് ചെയ്തു. ഇനി 6ാമത്തെ നിർമ്മിതിയും 7ാമത്തെ നിർമ്മിതിയും അന്തർവൃത്തമാണ്, അല്ലെങ്കിൽ ഇൻ സർക്കിൾസ് ആണ്. അപ്പം ഈ ഇൻ സർക്കിൾസ് വരക്കാണ് 2 രീതിയാണ് നമ്മൾ 6ഉം 7ഉം മെത്തേഡ് നമ്മൾ പറയണത്. 6ാമത്തത് ആദ്യം ഒരു ത്രികോണം വരച്ചിട്ട് ഈ ത്രികോണത്തിന് നമ്മൾ എന്ത് വരക്കണം? അന്തർവൃത്തം വരക്കണം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 5 cm 6 cm 7 cm വശമുള്ള ത്രികോണം വരക്കുക. ഈ ത്രികോണത്തിൻ്റെ 3 വശങ്ങളെയും തൊടുന്ന രീതിയിൽ ഒരു വൃത്തം വരക്കുക. അപ്പോൾ ഇത് ശരിക്കും അന്തർവൃത്തം വരക്കാനുള്ള ചോദ്യമാണ്. പക്ഷേ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവുക. ഡ്രോ
a triangle with sides 5,6,7 cm and draw a circle touching all three sides of the triangle. Okay. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തന്ന അളവിലുള്ള ഒരു ത്രികോണത്തിൻ്റെ നിർമ്മാണം. നമ്മൾ ആദ്യം ചെയ്യാം 7 cm വശം ആദ്യം വരച്ചു. എന്നിട്ട് നമ്മൾ കോമ്പസിൽ 6 cm എടുക്കുക. കോമ്പസിൽ 6 cm എടുത്തു. ഞാൻ കോമ്പസിൽ 6 cm എടുത്തു. പിന്നെ കോമ്പസിൽ നമ്മൾ 5 cm എടുക്കുക. ഇത് തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഒരു 2 വരകൾ വരക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 5 cm, 6 cm, 7 cm വശമുള്ള ഒരു ത്രികോണം കിട്ടി. ഇനി നമ്മൾ ഈ ത്രികോണത്തിന് അന്തർവൃത്തം വരക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നോക്കുക, ഈ ത്രികോണത്തിന് അന്തർവൃത്തം വരക്കുമ്പം ഏതെങ്കിലും 2 കോണുകൾക്ക് നമ്മൾ കോൺ സമഭാജി വരക്കണം, അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആംഗിൾ ബൈസെക്ടർ വരക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നിങ്ങൾ കോമ്പസ് ഇവിടെ കുത്തുക. ഈ മൂലയിൽ കുത്തിയിട്ട് ഒരു ചാപം ഇങ്ങനെ വരക്കുക. ഈ 2 ചാപങ്ങളിൽ നിന്നും ഇപ്പോൾ ഒരു ചാപം അളവത്തിൽ എടുക്കുക കേട്ടോ. ഒരു ചാപം ഇങ്ങോട്ടും ഇവിടുന്ന് 2 ചാപങ്ങൾ വരക്കുക. ഈ 2 ചാപങ്ങളെ തമ്മിൽ ഈ ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവും അതേപോലെ ഈ മൂലയും തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു വര വരക്കുക. അതേപോലെ ഈ മൂലയിൽ നിന്നും ഒരു ചാപം വരക്കുക. ഈ ചാപങ്ങൾ തമ്മിൽ അങ്ങനെ രീതിയിൽ വേറെ ഒന്നുകൂടി വരക്കുക. എന്നിട്ട് ചെയ്യേണ്ട കാര്യം, ഈ മൂലയിൽ നിന്നും ഈ ചാപങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിലേക്ക് ഒരു വര വരക്കുക. നമുക്കറിയാം ഈ പോയിന്റിൽ ഈ 2 കോൺ ആംഗിൾ ബൈസെക്ടേഴ്സും അല്ലെങ്കിൽ കോൺ സമഭാജികളും തമ്മിൽ ഈ ബിന്ദുവിൽ കൂട്ടിമുട്ടി. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പം നമ്മൾ പറഞ്ഞു ഈ 2 കോൺ സമഭാജികൾ ഈ ബിന്ദുവിൽ നിന്ന് കൂട്ടിമുട്ടി. അപ്പോൾ ഈ ബിന്ദുവിൽ നിന്നും ഈ അടിയത്തെ വരയിലേക്ക് ഒരു ലംബമായിട്ട് രീതിയിൽ വരക്കുക. ഇത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ലംബത്തിൻ്റെ ഈ നീളം കോമ്പസിൽ അളന്നെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ കോമ്പസ് എടുത്തിട്ട് ഈ 3 ഒന്ന് കട്ട് ചെയ്താൽ കേട്ടോ. ഇതിൽ നോട്ട്ബുക്കിലാകുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരക്കാം. ഇത് നമ്മൾ മരത്തിലായതുകൊണ്ട് ഇത് സ്ലിപ്പാവുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ 3 വശങ്ങളും തൊടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, വൃത്തം വരക്കണം. ഇപ്പം നമ്മൾ ഏറ്റവും അവസാനത്തെ 7ാമത്തെ ചിത്രം നിർമ്മിതി തൊടുവര എന്നുള്ള പാഠത്തിൽ നിന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഉണ്ടാവുക, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm and draw a triangle with 50 degree, 60 degree with all sides touching the circle. 3 cm ആരമുള്ള വൃത്തം വരച്ച് 50 ഡിഗ്രി 60 ഡിഗ്രി കോണളവുള്ള ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും ഈ വൃത്തത്തെ തൊടുന്ന രീതിയിൽ വരക്കുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് പ്രധാനപ്പെട്ട ഒരു നിർമ്മിതിയാണ്. പരീക്ഷയ്ക്ക് 5 മാർക്ക് 4 മാർക്കും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, തന്ന റേഡിയസ്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 3 ആണ് റേഡിയസ് എന്നത്. തന്ന റേഡിയസിൽ ഒരു വൃത്തം വരയ്ക്കുക. അപ്പോൾ ഞാനൊരു വൃത്തം വരച്ചു. ഈ വൃത്തം വരച്ചിട്ട് നമ്മളോട് പറഞ്ഞ കോണളവുകൾ 50 ഡിഗ്രി 60 ഡിഗ്രിയാണ്. നമ്മൾ നേരത്തെ പരിവൃത്തം അല്ലെ സർക്കിൾ നമ്മൾ ചെയ്തതാണ്. ഈ 50ൻ്റെ ഇരട്ടി എടുത്തു, ഇവിടെ 100 എഴുതി. 60ൻ്റെ ഇരട്ടി എടുത്തു, ഇവിടെ എത്ര എഴുതി, 120 എഴുതി. പക്ഷേ ഇവിടെ ഇരട്ടിയല്ല എടുക്കൽ. നമ്മളെന്താ ചെയ്യേണ്ടത്, 180 നിന്ന് ഇത് രണ്ടും കുറക്കണം. അപ്പോൾ 180ൽ നിന്ന് 50 കുറച്ചാൽ 130, 180ൽ നിന്ന് 60 കുറച്ചാൽ 120. അപ്പോൾ 130ഉം 120ഉം നേരത്തെ പോലെ ഇവിടെയും മാർക്ക് ചെയ്യണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കേന്ദ്രത്തിൽ നിന്നും ആരം വരക്കണം. ആരം വരച്ചിട്ട് പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട്
120 ഡിഗ്രിയും 120 ഡിഗ്രി മാർക്ക് ചെയ്യുക. എന്നിട്ടൊരു ആരം വരക്കുക. പിന്നെ അടുത്ത മാർക്ക് ചെയ്യാനുള്ളത് 130 ഡിഗ്രിയാണ്, 130 ഡിഗ്രിയാണ്. അപ്പോൾ 130 ഡിഗ്രിയും ഇവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ 120 ഡിഗ്രി 130 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ ലൈന് ഇങ്ങോട്ട് ഈ 3 ലൈൻ, ഇതും ഈ ലൈനും ഈ 3 ലൈനും നമ്മൾ എന്ത് ചെയ്യുക, റേഡിയസും അല്ലെങ്കിൽ ആരങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, എക്സ്റ്റെൻഡ് നീട്ടിയിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഇവരുടെ 2 ചാപങ്ങൾ വരയ്ക്കുക. ഈ 2 ചാപങ്ങൾ വരച്ചിട്ട് ഈ ചാപങ്ങൾക്ക് നമ്മൾ ലംബ സമവാചി വരയ്ക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ചാപങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുമ്പം ഈ ഒരു ബിന്ദുവിൽ എന്തായാലും ടച്ച് ചെയ്യണം. ഈ ഒരു ബിന്ദു എന്ന് പറഞ്ഞാൽ സർക്കിളും ഈ വരയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ എന്തായാലും അത് ടച്ച് ചെയ്യണം. അതൊന്ന് വെച്ച് നീട്ടി വരക്കുക കേട്ടോ. നമ്മൾ ബോർഡിൽ വരക്കുന്നതുകൊണ്ട് നിങ്ങൾ നോട്ട്ബുക്ക് വരക്കുന്ന വൃത്തിയൊന്നും ഉണ്ടാവില്ല. രണ്ട് ചാപങ്ങൾ വരച്ചു. വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ടും 2 ചാപങ്ങൾ, ഈ 2 ചാപങ്ങൾ കുത്തിയിട്ട് മറ്റു 2 ചാപങ്ങൾ വരക്കുക. എന്നിട്ട് ഈ 2 ചാപങ്ങളെ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, വരക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 ചാപങ്ങളും ഈ ഒരു ബിന്ദുവിൽ, വൃത്തത്തിൻ്റെ ഈ ഒരു ബിന്ദുവിൽ ടച്ച് ചെയ്തു ശ്രദ്ധിക്കണം, അല്ലെ നമ്മൾ ചെയ്ത് ചിത്രം തെറ്റും. അതുപോലെ എന്ത് ചെയ്തു, ഇവിടെയും ഇതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്തു, ഈ 2 ചാപങ്ങൾ വരച്ചിട്ട് ഈ 2 ചാപങ്ങൾക്ക് നമ്മൾ ലംബ സമവാചി വരച്ചു. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളോട് വരക്കാൻ പറഞ്ഞത് ത്രികോണമാണ്. അപ്പം ഇനി ഇതിനെ ത്രികോണാക്കിയിട്ട് മാറ്റണം. അങ്ങനെ ചെയ്യേണ്ടേ. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ മുട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ നമ്മൾ വരച്ച ഈ വരകൾ നമ്മൾ നീട്ടി വരക്കുക. നീട്ടി ഇത് മുട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യുക, മേലക്ക് വരക്കുക. മേലക്കും അടിക്കൊക്കെ വരക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ 120 ഡിഗ്രി കാരം, അതുകൊണ്ട് ഇവിടെ എന്ത് കാരം 60 ഡിഗ്രി, ഇവിടെ 130 ഡിഗ്രി കാരം, ഇവിടെ 50 ഡിഗ്രി. അപ്പോൾ 50 ഡിഗ്രി 60 ഡിഗ്രി കോണളവുള്ള ത്രികോണം, ആ ത്രികോണത്തിൻ്റെ എല്ലാ വശങ്ങളും 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തെ തൊടുന്ന രീതിയിൽ വരച്ചു. ഇത് പ്രധാനപ്പെട്ട ചിത്രമാണ്. ഇതൊരു 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ വീഡിയോയിലൂടെ നമ്മൾ 7 നിർമ്മിതികളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്നാമത്തെ ഞാൻ വിചാരിക്കുന്ന ഓർമ്മ ഉണ്ടാവുന്ന ഒന്നാമത്തെ നിർമ്മിതി നമ്മൾ എന്ത് വരച്ചു, പരിവൃത്തം വരച്ചു. കോണളവുകൾ, ത്രികോണത്തിൻ്റെ കോണളവ് നമ്മൾ എന്ത് ചെയ്തു, പരിവൃത്തം വരച്ചു. രണ്ടാമത്തെ നിർമ്മിതി ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ചതുരം, ഡ്രോയിങ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് അനദർ റെക്റ്റാങ്കിൾ. മൂന്നാം ചിത്രം നമ്മൾ വരച്ചത് ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള സമചതുരം, ഡ്രോയിങ് ഓഫ് എ സ്ക്വയർ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. നാലാം ചിത്രം തൊടുവര എന്നുള്ള പാഠത്തിലുള്ള ആദ്യത്തെ ചിത്രമാണ്. ആദ്യമായിട്ട് നമ്മൾ എന്ത് പഠിച്ചു, നാലാം ചിത്രമായിട്ട് ഒരു വൃത്തത്തിൻ്റെ പുറത്തുള്ള ഒരു ബിന്ദുവിൽ നിന്നും വൃത്തത്തിലേക്ക് തൊടുവര എങ്ങനെ വരക്കാം എന്ന് പഠിച്ചു. ഡ്രോയിങ് ഓഫ് എ ടാൻജൻറ്റ് ഫ്രം എ പോയിൻറ്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി അഞ്ചാമത്തെ ചിത്രം നമ്മൾ പഠിച്ചത് സമചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള ചതുരത്തിൻ്റെ നിർമ്മാണം, ഡ്രോയിങ് ഓഫ് എ റെക്റ്റാങ്കിൾ ഹാവിങ് ഈക്വൽ ഏരിയ ഓഫ് എ സ്ക്വയർ. പിന്നെ ആറാമത്തെ ചിത്രം നമ്മൾ പഠിച്ചത് അന്തർവൃത്തത്തിൻ്റെ നിർമ്മിതിയാണ്. അപ്പോൾ ആദ്യം ത്രികോണം തരും, ത്രികോണത്തിന് കോൺ സമഭാജികൾ വരച്ചിട്ട് അന്തർവൃത്തം വരക്കുന്ന രീതി, ഡ്രോയിങ് ഓഫ് ഇൻ സർക്കിൾസ് ബൈ ഡ്രോയിങ് ട്രയാങ്കിൾസ്. അടുത്തത് നമ്മൾ പഠിച്ചത്
അന്തർവൃത്തം തന്നെയാണ്, പക്ഷേ വൃത്തം വരച്ചിട്ട് അന്തർവൃത്ത നിർമ്മാണം. അപ്പോൾ ആദ്യം നമ്മൾ വൃത്തം വരച്ചു, ഈ വൃത്തത്തിന് നമ്മൾ എന്ത് വരച്ചു, ഈ 3 ആരങ്ങൾ വരച്ചു, തൊടുവര വരച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇത് തൊടുവര തമ്മിൽ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ത്രികോണമാക്കിയിട്ട് മാറ്റി. ഇങ്ങനെ 7 ചിത്രങ്ങളാണ് നമ്മൾ ഇവിടെ പഠിച്ചത്. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക. ലോക്ക്ഡൗൺ ആണ്, ഞങ്ങൾക്ക് ക്ലാസ്സൊന്നും സ്കൂളിൽ നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ കുറച്ചൊക്കെ മറന്നു പോയിട്ടുണ്ടാകും. പ്രത്യേകിച്ച് ചിത്രങ്ങളെല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം പഠിക്കുന്ന കുട്ടികൾ പോലും തെറ്റിക്കുന്ന ഒരു സംഭവമാണ് ചിത്രങ്ങൾ. അപ്പം അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വരച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. പഠിച്ചാൽ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് വളരെ സിമ്പിളാവും. ഓൾ ദ ബെസ്റ്റ്. ഞങ്ങൾക്ക് എല്ലാവർക്കും എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു.